The whole world is locked down because of the pandemic COVID-19. One or other way is affected all around the world. Many people lost their lives. Millions are in quarantine. Worship places are being closed. No gathering in churches. People are being locked down by fear. Nobody knows what is next. Uncertainty everywhere. At this moment, let us seek the face of the Lord. Let Him take control over this pandemic. We have been hearing sermons after sermons. Obviously, we may not remember all the sermons, but the messages still may be in your hearts. To that list, let me add one more sermon in this evening. Not to forget, but to reflect and see what the Lord wants to speak to us. നിരവധി സന്ദേശങ്ങൾ നാം ദിവസങ്ങളായി കേൾക്കുകയാണ്. സന്ദേശങ്ങൾ ആദ്യം മുതൽ അന്ത്യം വരെ നമ്മൾ മറന്നുപോയെങ്കിലും കർത്താവ് നമ്മോട് സംസാരിച്ച ആ വാക്കുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കാരണം അത് ദൈവത്തിന് നമ്മോട് സംസാരിക്കേണ്ടത് ഉള്ള കാര്യമായിരുന്നില്ല. ഇന്ന് രാത്രി നാം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തുറക്കാം. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കട്ടെ. For today's short meditation, I would like to draw your attention to the book of Exodus, chapter 14, verses 13 and 14. The book of Exodus, chapter 14, verses 13 and 14. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 13-14 വേദഭാഗങ്ങൾ. I will be reading for you. But Moses said to people, do not fear. Stand by and see the salvation of the Lord, which He will accomplish for you today. For the Egyptians whom you have seen today, you will never see them again forever. The Lord will fight for you while you keep silent. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുകയും യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഈ ഒരു പാസേജ് നമുക്കെല്ലാവർക്കും നന്നായി പരിചയമുള്ള നിരവധി സന്ദേശങ്ങൾ, ഇൻസൈറ്റ്സുകൾ ഈ ഭാഗത്തു നിന്ന് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് കർത്താവിന്റെ പുണ്യപാദപീഠത്തിങ്കിലായിരിക്കുമ്പോൾ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ സഭയോടും വേണ്ട ദൈവിക ആലോചനകൾ അങ്ങനെ രാത്രിയിൽ നൽകി തരണമേ. Shall we close our eyes for a moment? Let's pray to the Lord. Our Father in heaven, thank you for the wonderful privilege that you've given to us to be in your presence. Lord, as we meditate the Holy Word tonight, we pray that you speak to us, O God. Lord, enlighten our hearts, our mind, so that we may be able to know you better. Lord, I commit all the people of God in your mighty hand, O God Jesus. Lord, bless us together. Help us together, that your name will be glorified through each and every one of our lives. Thank you for listening our prayer. In Jesus' name, we humbly offer this prayer. Amen. ഈ ഒരു പാസേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. സ്വർഗത്തിലെ ദൈവം തന്റെ ജനതയായ ഇസ്രായേലിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. അങ്ങനെ അവർ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് അനുഭവിച്ച ഒരു സങ്കടകരമായ കാര്യത്തെപ്പറ്റി ഹല്ലേലൂയ ഇവിടെ നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നു.
We all of us are well familiar with the background of this passage. The Israelites crossing the Red Sea. God called his people out of Egypt to the land he promised. They are in a crisis situation. They are concerned from all sides. The Red Sea is in front and the army of Pharaoh is behind them. They had no escape and only option was to trust God. ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇസ്രായേൽ ജനതയുടെ നടുവിൽ ഇല്ലായിരുന്നു. വളരെ വേദനയോടെ ഭാരത്തോടെ ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശ അവരോട് പറഞ്ഞ വാക്കുകളാണ് നാം ഈ 13-14 വാക്യങ്ങളിൽ വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. അവർ വലിയ ഒരു ക്രൈസിസിന്റെ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് അവരോട് സംസാരിച്ചത്, ദൈവം എപ്രകാരമാണ് അവരോട് ഇടപെട്ടത് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. So I just wanted to share you 4 main points from this particular passage. The first point is that in the crisis situation is a place where sometime God leads us. Crisis ആയ സമയം ദൈവം നമ്മെ അതിലേക്ക് നയിക്കുവാനിടയായി തീരും. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്, സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്നും അവർ യാത്ര തിരിക്കുവാനിടയായി തീർന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു അവർ ചെങ്കടലിലൂടെ അക്കരെ കടക്കണം എന്നുള്ള ആ വലിയ വാസ്തവം. അങ്ങനെ നിൽക്കുമ്പോൾ ദൈവമാണ് അവരെ ആ വഴിയിലൂടെ കടത്തിവിടുവാനിടയായി തീർന്നത്. ദൈവമാണ് അവരെ അതിലേക്ക് നയിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഓർക്കുക, ഈ 14-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ God has given a specific command to his people. The Lord Almighty told Moses, these are the things that you have to do. 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനിടയായി തീർന്നു. ആ നിർദ്ദേശങ്ങളിലൂടെ കൊടുക്കുമ്പോൾ ആ ദൈവത്തിന് അതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ ദൈവം ഇസ്രായേൽ ജനതയിൽ നിന്ന് ആഗ്രഹിച്ച വലിയ ഏറിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ദൈവം അവരെ ആ ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ ദൈവം കടത്തിവിടുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവം ഒരു ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ കടത്തിവിടുമ്പോ ദൈവം സ്പെസിഫിക് ആയിട്ടുള്ള ആജ്ഞകൾ കൊടുത്ത്, കമാൻഡ് കൊടുത്താണ് അവരെ നയിക്കുവാനിടയായി തീർന്നത്. And the Lord said to Moses, tell Israel to encamp the sea. That is what we could see from the beginning of this chapter. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രവൃത്തി എപ്രകാരമാണ് എന്ന് നമുക്ക് വാസ്തവത്തിൽ തിരിച്ചറിയുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിരവധി ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ നാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും ആ ക്രൈസിസ് ആയ സിറ്റുവേഷനിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതിന്റെ പിമ്പിൽ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുവാനിടയായി തീരും. എപ്രകാരമാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു തരുവാനിടയായി തീരും. കാരണം അവനാണ് നമ്മെ നയിക്കുന്ന കർത്താവ്, അവനാണ് നമ്മളെ കരുതുന്ന ദൈവം, അവൻ സർവശക്തനായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ഫോർ ഹിസ് ഓൺ പർപ്പസ്. ദൈവത്തിന്റെ സ്വന്തമായ ആഗ്രഹത്തിനും ദൈവത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മെ ചില ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ ദൈവം നമ്മെ കടത്തിവിടുവാനിടയായി തീരും. Now the people of God had the promise of God. ചെങ്കടലിന്റെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അവർ ഒരു പക്ഷെ മറന്നു കാണും. അവരുടെ മുമ്പിൽ വളരെ ആകുലതകൾ നിറയുവാനിടയായി തീർന്നു. എങ്ങനെ ഇനി മുമ്പോട്ട് പോകണം? മുമ്പിൽ ചെങ്കടൽ, പിറകിൽ ഫറവോനോ സൈന്യവും നിൽക്കുമ്പോൾ എല്ലാ വഴികളും അവരുടെ മുമ്പിൽ അടയുവാനിടയായി തീർന്നു. പക്ഷെങ്കിൽ അവരെ കൊണ്ടെത്തിച്ച ദൈവത്തിന്
അവരെ കുറിച്ച് വലിയേറിയ അല്ലെങ്കിൽ മഹത്തരമായ പദ്ധതികളും പ്ലാനുകളും ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ഈ രാത്രിയിൽ തിരിച്ചറിയുവാനിടയായി തീരണം. കർത്താവ് ഒരിക്കലും അവരോട് പറഞ്ഞില്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ ഉണ്ടാകുമെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഒരിക്കലും പുറപ്പെടുവാൻ തയ്യാറാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതവും ഇതുപോലെയല്ലേ? പ്രൈസ് ദി ലോർഡ്. നിരവധി കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മോട് അരുളി ചെയ്യുവാനിടയായി തീർന്നു. We have been hearing several messages and God has promises lot of his words, but even then we doubt God. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ദൈവം അവരോട് മുൻകൂട്ടി പറഞ്ഞില്ല നിങ്ങളുടെ യാത്ര എപ്രകാരമായിരിക്കും. Neither he promised his people that the journey was going to be very easy. Perhaps many have thought that the Red Sea would be their last obstacle and all will be well ahead. On the other hand, an overflowing Jordan was awaiting them, and the walls of Jericho were also on God's list for them. ദൈവം ഒരിക്കലും അവരോട് പറഞ്ഞില്ല, കവിഞ്ഞൊഴുകുന്ന ഒരു യോർദാൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്, യെരിക്കോ മതിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതൊന്നും സ്വർഗത്തിലെ ദൈവം മുൻകൂട്ടി പറയുവാനിടയായി തീർന്നില്ല. That was in the list of God. ദൈവമക്കളെ, ദൈവം നമുക്കുള്ളോട് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം മാറിപ്പോകുവാൻ സാധ്യതകൾ ഏറെയാണ്. ദൈവത്തിന്റെ പർപ്പസിൽ നിന്ന് നാം ഡൈവേർട്ട് ചെയ്തു പോകുവാൻ സാധ്യതകൾ കൂടുതലാണ്. അത് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്വർഗത്തിലെ ദൈവം ഓരോ സാഹചര്യത്തിലൂടെ നമ്മെ കടത്തിവിടുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുവാൻ ചില ലെസൺസ് ഉണ്ട്. അതിന് രാത്രിയിൽ തിരിച്ചറിഞ്ഞ് ഈ ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുവാനിടയായി തീർന്നു. The crisis situation is a situation where sometimes God lead us. ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ ചെങ്കടലിൻ്റെതായ അവസ്ഥകളുടെ മുമ്പിലായിരിക്കാം ഇന്ന് രാത്രിയിൽ നിങ്ങൾ എന്നെ ശ്രമിക്കുന്നത്. ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെ വിളിച്ചവനായ, നമ്മെ തിരഞ്ഞെടുത്തവനായ കർത്താവിന്റെ കരത്തിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ദൈവമാണ് നമ്മെ ഈ ക്രൈസിസിലൂടെ ദൈവം നമ്മെ നടത്തുന്നത്. ദൈവമാണ് നമ്മെ ഇത്രയും ഈ ക്രൈസിസിലേക്ക് ലീഡ് ചെയ്തത്. ദൈവം നന്നായിട്ട് അറിയാം നമ്മളെ എപ്രകാരമാണ് നമ്മെ പരിപാലിക്കേണ്ടത് എന്ന്. ദൈവമക്കളെ, ഒരുപക്ഷെ നിരാശയോടെ വേദനയോടെ തകർന്ന ഹൃദയത്തോടെ ആയിരിക്കാം ഇന്ന് രാത്രി ദൈവസന്നിധി നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എങ്ങനെ നാം നമ്മുടെ ക്രൈസിസിനെ ഓവർകം ചെയ്യുമെന്നുള്ള ഭീതി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരിക്കാം. പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മെ വിളിച്ചവനായ ദൈവത്തിന് ഹല്ലേലൂയ നമ്മെ കുറിച്ച് ചില പദ്ധതികളുണ്ട്, നമ്മെ കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ ഹല്ലേലൂയ God sometimes will lead us to different circumstances. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനുള്ള ഒരു മനോഭാവം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാനിടയായി തീരുകയാണ്. The second things that we just wanted to understand from this passage is that the crisis situation is the place where we sometimes fail the Lord. ക്രൈസിസ് ആയ സമയത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ദൈവത്തെ പരാജയപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. അവർ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ചെങ്കടലിന്റെ മുമ്പിലാണ്. What was their problem? How did they fail God? അവരെങ്ങനെയാണ് ദൈവത്തെ പരാജയപ്പെടുത്തിയത്? എങ്ങനെയാണ് ദൈവത്തെ വേദനിപ്പിച്ചത്? ദൈവത്തെ അവർ വേദനിപ്പിച്ചു, ദൈവത്തെ അവർ പരാജയപ്പെടുത്തി. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ the first one is that by their unbelief. അവരുടെ അവിശ്വാസ നിമിത്തം ദൈവത്തെ അവർ വേദനിപ്പിക്കുവാനിടയായി തീർന്നു. Why unbelief? Has not they seen the 10 plagues in Egypt? Was the Red Sea at the first miracle that God was going to do for them?
Was Pharaoh's letting them going itself is a miracle? Who could do this for them? Yes, but God. ഈ വലിയ ഒരു വേദനകരമായ ക്രൈസിസിലൂടെ ഇസ്രായേൽ ജനത നിൽക്കുമ്പോൾ അവിശ്വാസം അവരുടെ ഹൃദയത്തിൽ കടന്നു പിടിക്കുവാനിടയായി തീർന്നു. അവരെ നയിക്കുന്ന, അവർക്ക് ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന മോശ എന്ന അഭിഷക്തന് നേരെ അവർ തിരിയുവാനിടയായി തീർന്നു. എന്തുകൊണ്ട് തിരിഞ്ഞു? അവരുടെ ജീവിതത്തിൽ അവിശ്വാസം ഉടലെടുക്കുവാനിടയായി തീർന്നു. 10 ബാധകൾ മിസ്രൈമിൽ വെച്ച് ഇവർ കണ്ടതാണ്. ഒരു ബാധയും ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വലയിൽ ഇസ്രായേൽ ജനതയെ കരുതുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടി ദൈവം സകലതും കൊടുക്കുവാനിടയായി തീർന്നു. ആ വിളിച്ച ദൈവത്തെ, കരുതുന്ന ദൈവത്തെ, അവർ നിലവിളി കേട്ട ദൈവത്തെ, കരച്ചിലിനെ കണ്ട ദൈവത്തെ ഒരു നിമിഷക്കാലം അവർ മറന്നിട്ട് അവർ ദൈവത്തോട് പരാതികൾ പറയുവാൻ പോയി. ദൈവത്തെ അവർ അവിശ്വസിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി തിരിച്ചറിയണം, ഇതായിരുന്നു ഇസ്രായേൽ ജനതയുടെ മനോഭാവം. ഒരു ക്രൈസിസ് ആയ സിറ്റുവേഷനിൽ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ ദൈവത്തെ അവിശ്വസിക്കുവാനിടയായി തീർന്നു. Are we the people who unbelieve God when we face lot of crisis in our lives? We may face lot of challenges. We may face lot of crisis. In the midst of this crisis, how is our faith? നമ്മുടെ വിശ്വാസം എപ്രകാരമാണ്? What is our relationship with God? നമ്മുടെ സ്വർഗത്തിലെ ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്ന് ഇന്ന് രാത്രിയിൽ നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയായി തീരണം. Remember the disciples of Jesus. When they're traveling in the boat was hit by storms. How they pondered and believed. വളരെ പ്രതീക്ഷയോടെ യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ തിരമാലകളും കാറ്റും അവർക്ക് പ്രതികൂലമായി അടിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലും അവിശ്വാസം ഉടലെടുക്കുവാനിടയായി തീർന്നു. ആരാണ് അവരോട് കൂടെ ഉള്ളത് എന്നുള്ള കാര്യം, ആ യാഥാർത്ഥ്യം അവർ മറന്നു കളയുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഇതുപോലെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മേൽ വരുമ്പോൾ, ചെറിയ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ മേൽ വരുമ്പോൾ, നമുക്ക് തരണം ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവിശ്വാസം രൂപപ്പെടുവാനിടയായിത്തീരും. അതല്ല ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. We are not supposed to fail God. We are not supposed to hurt God by our unbeliefs. നമ്മുടെ അവിശ്വാസ നിമിത്തം നാം ഒരിക്കലും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കരുത്. നമ്മളെ കരുതുന്ന നമ്മുടെ കർത്താവിനെ ഒരിക്കലും നാം പരാജയപ്പെടുത്തരുത്. Second thing is, how did they fail God? രണ്ടാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സ്വർഗത്തിലെ ദൈവത്തെ അവർ പരാജയപ്പെടുത്തുവാനിടയായിത്തീർന്നത്? That is by their complaints. They made a lot of complaints before Moses. It is better to be there in Egypt. That was their attitude. The Israelites did what they were best at doing, which means they were complaining and murmuring. Not only towards Moses, but even to God. Just examine ourselves. Just check our attitude today towards God and His servants related to the issues of our life. ജീവിതത്തിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ചെറിയ ചെറിയ വേദനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നാം യാത്ര ചെയ്യുമ്പോൾ നാം ദൈവത്തോട് പരാതികൾ പറഞ്ഞിട്ടുള്ളവരാണ്. ദൈവത്തോട് നാം
പിറുപിറുക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. Not only towards God, but to his servants. That means the one who guide us, the one who leading us. If you are complaining and murmuring to the people who lead us, we are not only murmuring or complaining with a particular person, rather we are complaining and murmuring towards the God who called us. We all of us are well familiar with the song, What a Friend We Have in Jesus. എന്ത് നല്ല സഖിയുള്ള ആ പാട്ട് നമുക്ക് പരിചിതമാണ്. അത് എഴുതിയത് ജോസഫ് സ്കാവിൻ എന്ന് പറയുന്ന. The subject of this hymn is the friendship of Christ, which is a very precious song. ആ പാട്ടിൽ സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള തന്റെ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലൊരു ലിറിക്സ് പ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. How it trials and temptations is the troubles anywhere. We should never be discouraged. Take it to the Lord in prayer. അതെ, തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ തന്നെ വേദനിപ്പിക്കുന്ന കഷ്ടതയുടെ നാളുകൾ ഉണ്ടായിരുന്നു. തന്റെ വിശ്വാസത്തിന്റെ ശോധനയെ പരീക്ഷിക്കുന്ന നിരവധി ഘട്ടങ്ങൾ താൻ അഭിമുഖീകരിക്കുവാൻ ഇടയായി തീർന്നു. But in the midst of those challenges, in the midst of the circumstances or crisis, Joseph Scarvin never complained God. He never unbelieved God. He kept his faith. That is why he could see Jesus as his best friend. Therefore, he could realize God's unconditional love in his personal life. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഒത്തിരി നമുക്കൊരു ജീവിതത്തിൽ വരാം. വേദനകൾ നമ്മുടെ ജീവിതത്തിന്മേൽ നാം അഭിമുഖീകരിക്കാം. പക്ഷെങ്കിൽ നാം ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കുവാൻ സംഗതി വരരുത്. ദൈവത്തോട് പരാതികൾ പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുവാൻ ഇടയാകരുത്. Therefore, always evaluate our attitude towards God. How I am in the presence of the Lord. If God is evaluating me, ഞാൻ എപ്രകാരമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ദൈവമക്കളെ, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അദൃശ്യമേറിയ കരം ഈ രാത്രിയിൽ നമ്മുടെ മേലിറങ്ങി വരുവാനിടയായിത്തീരും. എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും കരുതുന്ന, നമ്മെ വഴിപിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഒന്ന് തിരിച്ചറിയുവാനിടയായിത്തീരണം. We must experience the presence of God each and every moment of our life. Then only we can maintain close relationship with our Heavenly Father. Are we the people who fail God? Are we the people who hurt God when small issues comes in our lives? നാം ഒരിക്കലും ദൈവത്തെ പരാജയപ്പെടുത്തുവാൻ പാടില്ല. ഇസ്രായേൽ ജനത ദൈവത്തെ വേദനിപ്പിക്കുവാനിടയായി തീർന്നു. എങ്ങനെ വേദനിപ്പിച്ചു? അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ പരാതികൾ നിമിത്തം സ്വർഗത്തിലെ ദൈവത്തെ അവർ വേദനിപ്പിക്കുവാനിടയായി തീർന്നു. The third thing, the crisis situation is the place sometimes God tests us. ക്രൈസിസ് ആയ സിറ്റുവേഷനിൽ ദൈവം ചില പരീക്ഷകളുടെ ഘട്ടങ്ങളിലൂടെ നമ്മെ കടത്തിവിടുവാനിടയായിത്തീരും. ദൈവം നമ്മെ പരീക്ഷിക്കുവാനിടയായിത്തീരും. നാം ഈ ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം എപ്രകാരമാണ്, നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം എപ്രകാരമാണ് എന്ന് ദൈവം നമ്മെ പരീക്ഷിക്കുവാനിടയായിത്തീരും. അതിലുള്ള സാഹചര്യത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടുവാനിടയായിത്തീരും. അല്ല, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ നമ്മെ കരുതുന്നത് കൊണ്ട്, നാം അവന്റെ സ്വന്തം മക്കളായതുകൊണ്ട്
അവൻ നമ്മെ ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുവാനിടയായിത്തീരും. To inspire you, I just want to share a small testimony of my life. 18-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാനിടയായിത്തീർന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. മറ്റൊന്നുമല്ല, എനിക്ക് ജന്മം നൽകി തന്ന എന്റെ മാതാവിന്റെ രോഗമായിരുന്നു ഞങ്ങളെ തളർത്തിയ വിഷമകരമായ ഘടകം എന്ന് പറയുന്നത്. ഞാൻ കർത്താവിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മാതാവ് ക്യാൻസർ രോഗിയായി മാറുവാനിടയായി തീർന്നു. എന്റെ മാതാവും പിതാവും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഒരു നിമിഷത്തിൽ ഇത് ഞങ്ങളെ തളർത്തി കളയുവാനിടയായി തീർന്നു. വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കർത്താവിന്റെ വേലകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഇത് ഞങ്ങളെ വേദനിപ്പിക്കുവാനിടയായി തീർന്നു. ഈ ഒരു ക്രൈസിസിലൂടെ കടന്നുപോയപ്പോൾ സ്നേഹിച്ചവർ, ആശ്വാസം പകർന്നു തരേണ്ടവർ എല്ലാവരും മാറി നിന്നു. എന്റെ മാതാവിന്റെ ഞാൻ RCC ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോൾ എന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാനിടയായി തീർന്നു. ഒരു ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പാൻ, എന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലായിരുന്നു. But in the midst of those circumstances, in the midst of that crisis, I could experience the presence of God. I never ever complained God. I'm not boasting myself, but I am telling from my own life, just to encourage you that we are in God's hand. എന്റെ 23-ാമത്തെ വയസ്സിൽ എന്റെ മാതാവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ഒരു മാതാവിന്റെ അഭാവം ഞങ്ങളെ വളരെയധികം വേദനിപ്പിക്കാനിടയായി തീർന്നു. പക്ഷെങ്കിൽ ഒരു നല്ല മാതാവായ കർത്താവിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അനുഭവിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവം നമ്മെ ചില ഘട്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുവാനിടയായി തീരും. എങ്ങനെയാണ് ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മുടെ പരീക്ഷ ഘട്ടങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്? The first thing is that by allowing difficult circumstances to overtake us. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇപ്രകാരം കാണുവാൻ സാധിക്കുവാനിടയായി തീരും. സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനതയെ പരീക്ഷിക്കുവാനിടയായി തീർന്നു. എന്തിനാണ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനതയെ പരീക്ഷിക്കുവാനിടയായി തീർന്നത്? അത് ഇപ്രകാരമാണ് നാം വായിക്കുവാനിടയായി തീർന്നത്. The book of Deuteronomy chapter 8 verse 2. It says like this: You shall remember all the ways which the Lord your God has led you in the wilderness these 40 years, that he might humble you, testing you to know what was in your heart, whether you would keep his commandments or not. മലയാളത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയില്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളെയൊക്കെയും നീ ഓർക്കണം. ഇപ്പൊ സ്വർഗത്തിലെ ദൈവം 40 വർഷം ഇസ്രായേൽ ജനതയെ മരുഭൂമിയിലൂടെ കടത്തിവിടുമ്പോൾ ദൈവം അവരെ പരീക്ഷിക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് ദൈവം അവരെ പരീക്ഷിച്ചത്? ഇവിടെ കാണുവാൻ കഴിയുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, നാം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് ദൈവത്തിനൊന്ന് അറിയണം. 2, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്താണ് എന്ന് ദൈവത്തിനൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയെ ദൈവം ചില പരീക്ഷ ഘട്ടങ്ങളിലൂടെ ദൈവം കടത്തിവിടുവാനിടയായിത്തീരുന്നത്. That is why God allowed the certain circumstances in the people of Israel. God wants to know what is their attitude, what is in their hearts, whether they obey my commandments or not, whether they leave my commandments and go according to their wishes. അവർ ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട്, ന്യായപ്രമാണത്തെ വിട്ട് അവരുടേതായ വഴിയിൽ പോകുമോ ഇല്ലയോ എന്ന് ദൈവം അവരെ പരീക്ഷിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവം ചില പരീക്ഷയുടെ ഘട്ടങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത് എന്ത് എന്ന് കഴിഞ്ഞാൽ
നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദൈവത്തെ അറിയാൻ, നാം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിനൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവം ചില സാഹചര്യങ്ങളിലൂടെ, വേദനയുടെ ഘട്ടങ്ങളിലൂടെ നമ്മെ കടത്തിവിടുവാനിടയായിത്തീരുന്നത്. അതിന്റെ അർത്ഥം ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്നല്ല, മറിച്ച് അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി കർത്താവിന്റെ സന്നിധി നിലനിർത്തേണ്ടതിന് വേണ്ടിയിട്ടാ ദൈവം ചില വിഷമ സാഹചര്യങ്ങളിലൂടെ, ചില ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടുവിടുവാനിടയായിത്തീരുന്നത്. ഇന്ന് രാത്രിയിൽ വേദനിക്കുന്ന ഹൃദയവുമായി ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. ദൈവം നിങ്ങളെ പരീക്ഷയുടെ ഘട്ടങ്ങളിലൂടെ ആയിരിക്കാം കടത്തിവിടുന്നത്. പക്ഷെങ്കിൽ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പരീക്ഷ ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ മാനപാത്രമായി നിങ്ങൾ പുറത്തു വരുവാനിടയായിത്തീരണം. അതാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുവാനിടയായിത്തീരുന്നത്. ദൈവമക്കളെ, ദൈവം sometimes he will definitely will allow circumstances and the crisis, but never murmur God, never complain God. Trust in the Lord with all of our heart. Then definitely we could see the hand of Jesus each and every moment of our life. ദൈവം മറ്റൊരു വിധത്തിൽ നമ്മെ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, in the path of obedience. As we read verse number 4, God asked the people of Israelites to move towards their problems, not to run away from it. 15ാമത്തെ വാക്യം നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം അവരോട് പറയുവാനിടയായിത്തീർന്നു, just you go forward, don't worry about the Red Sea, don't worry about the army of Pharaoh, you just go forward, I am with you. God is leading them in the path of obedience. God already given the instructions how to go forward, how to move ahead. Our duty is to just obey his word and just move forward. Then definitely God himself will come down and open the way. What I want to try to say is that God himself will fight for all of us. Our duty is to just say or stay calm, just remain silent. This battle is not ours, it is belong to the Lord. He will take care of all of us. ദൈവമക്കളെ, അനുസരണത്തിന്റെ പാതയിൽ ദൈവം നമ്മെ വഴി നടത്തുവാനിടയായിത്തീരും. അനുസരണത്തിന്റെ പാതയിലൂടെ എന്റെയും നിങ്ങളുടെയും ചുവടുകൾ മുമ്പോട്ട് എടുത്തു വെക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വാസ്തവത്തിൽ ഒന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ജനതയോട് ദൈവം പറയുവാനിടയായിത്തീർന്നു, നിങ്ങൾ മുമ്പോട്ട് തന്നെ പോകുക. മുമ്പിൽ ചെങ്കടലാണെന്ന് എനിക്കറിയാം, പിമ്പിൽ ഫറവോനും സൈന്യവുമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ അനുസരിക്കേണ്ടത്, എന്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിപ്പാനിടയായിത്തീരും. I will come down and fight for you. നമ്മുടെ കൂടാരങ്ങളിൽ കർത്താവ് ഇറങ്ങട്ടെ. പറയാതെ, പരാതികൾ പറയാതെ, കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നിൽക്കുകയാ. കർത്താവ്, to obey your word. Lord, I just want to move forward. Your precious word. നാം കർത്താവിന്റെ ആലോചന പ്രകാരം ഉടമകളാണ്, അതോ ദൈവത്തിന്റെ നടക്കുന്ന വ്യക്തികളാണ്? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്, വേദനിച്ചു പോകാറുണ്ട്. ആരെന്നെ മുമ്പോട്ട് നീക്കുമെന്നുള്ള ചിന്ത നമ്മെ ഓരോരുത്തരെയും ഭരിച്ചേക്കാം. ഇന്ന് രാത്രി കർത്താവ് നമ്മോടാണ്, just move forward, just go ahead. We could see the hands of God. Miracle happens.
people respond in faith and obedience. എപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വാക്ക് അനുസരണത്തോടും കൂടെ അനുസരിക്കുകയും അതിനുവേണ്ടി എങ്ങനെ നമ്മൾ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. Therefore, if you want to see the in your life, let us respond to God, respond to His word in faith and obedience. As we move further, the crisis situation is a where or the place where God undertake for all of us. God undertake all of us at the right moment. God is never too early, not too late. He is always on time. സഭാപ്രസംഗിന്റെ പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും. ദൈവം അതിന്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്യുന്നു. God does everything beyond His time, which means ദൈവം ഒന്നും അഭംഗിയായി ചെയ്യുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമക്കളെ, യഹോശഫാത്തിനെ നമുക്ക് നന്നായിട്ട് അറിയാം. ജീവിതത്തിൻ്റെതായ ഒരു പ്രതിസന്ധിയും രാജാവായ യഹോശഫാത്തിന്റെ ജീവിതത്തിന്മേൽ അഭിമുഖീകരിക്കുവാനിടയായി തീർന്നു. ശത്രു തനിക്കെതിരെ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ശത്രുവിനെതിരെ പോരാടേണ്ടതെന്ന് തനിക്കറിയത്തില്ല, തനിക്ക് പ്രാപ്തിയില്ല. അവൻ ദൈവകരങ്ങളിലേക്ക് തന്റെ വിഷയത്തെ സമർപ്പിപ്പാനിടയായി തീർന്നു. ദൈവകരങ്ങളിലേക്ക് സകലതും കൊടുക്കുവാനിടയായി തീർന്നു. കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ, എനിക്കിതിന് കഴിയത്തില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി ദേശം മുഴുവനും ദൈവത്തോട് ആത്മാർത്ഥമായ രീതിയിൽ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. Jehoshaphat seek the face of God to get the help from the God Almighty. As a result, കർത്താവോട് പറയുവാനിടയായി തീർന്നു, the battle is not yours, it is mine. യുദ്ധം നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെതാ. Dear people of God, never ever be stuck by looking at our situations, our challenges. Just go ahead. Face the situation that stand against you with much courage and faith, because God is with you. He never leave you alone. At the right moment, He will act for us. നോക്കിയ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സമയത്ത് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് സ്വർഗ്ഗദൈവം അവരെ അക്കരെ കടത്തുവാനിടയായി. ദൈവം ഒരിക്കലും നേരത്തെയല്ല പ്രവർത്തിച്ചത്, ഒട്ടും താമസിച്ചല്ല ദൈവം പ്രവർത്തിച്ചത്. He was on time. ഒരുപക്ഷെങ്കിൽ ദൈവത്തിന്റെ സമയം നമുക്കറിയത്തില്ല. ഒരുപക്ഷെങ്കിൽ നാം ദൈവത്തിൻ്റെതായ ഹിതം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തവരാ. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കുക, എന്നെയും നിങ്ങളെയും വിളിച്ചവനായ ദൈവം, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം, at the right moment He will do a great miracle in and through our life. Therefore, always pray to the Lord. Lord, in the midst of the circumstances, in the midst of challenges, Lord, help me to seek your face with obedience and faith, that we could realize the mighty hand of God in our life and even in your family. God will undertake us, taking complete control. Even though Israel was of the Israel of God, the God of Israel remind the God of Israel. God remind them the commander-in-chief is not Moses or any other one. The commander is Isaac or God Himself. The Lord
rise a banner. As we read chapter 14, verse 19, the angel of the Lord withdrew and went behind them. അതുവരെ മുമ്പിൽ നടന്ന യഹോവയുടെ ദൂതൻ ഇസ്രായേൽ ജനതയുടെ പിമ്പിൽ നടക്കുവാനിടയായി. He guided them with a cloud by day and with the light from the fire all night. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം അവസാന നിമിഷം അവർക്ക് തിരിച്ചറിയുവാനിടയായി. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ക്രൈസിസ് ആയ സിറ്റുവേഷനിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ചില ക്രൈസിസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വേദനിക്കുന്ന ഹൃദയമായിട്ടായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. ബട്ട് God wants to say something that the battle is not yours. It belongs to God. അതാണ് നാം വായിപ്പാനിടയായി തീർന്നത്. The God himself will fight for you. Just stay calm. നമ്മൾ സൈലന്റ് ആയിരുന്നാൽ മാത്രം മതി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. 4 പോയിന്റുകളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ഞാൻ സംസാരിക്കാനിടയായി തീർന്നത്. The first thing, in the crisis situation is a place where sometimes God leads us. The second thing, in the crisis situation is a place where God undertake all of us. Third one, sometimes we fail God when we face the problems or when we face the crisis. And sometimes God will definitely test us when we face the crisis. ദൈവം നമ്മെ പരീക്ഷിക്കും. ദൈവത്തെ നാം ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ പാടില്ല. ദൈവം നമ്മെ അണ്ടർടേക്ക് ചെയ്യുവാനിടയായി തീരും. ദൈവം നമ്മെ ഓരോരുത്തരെയും തന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വാഗ്ദത്തത്താൽ നമ്മെ നയിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ എന്നെ സ്നേഹിക്കുന്ന പ്രിയ ദൈവജനമേ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുവാനിടയായി തീർന്നു. ഒരു പക്ഷെങ്കിൽ വേദനിക്കുന്ന ഹൃദയമായിട്ടായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. തകർന്ന ഹൃദയത്തോടെ ആയിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. If the Lord had not been outside, if God had not been the commander in chief, ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ നമ്മെ പ്രകാരമായി തീർന്നേനെ. നമ്മുടെ പക്ഷത്തുള്ള ഒരു കർത്താവുണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവുണ്ട്. ആ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ആ കർത്താവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. Always let's evaluate ourselves. How am I in the presence of God? How am I responding to God when he says something to me? ആ ഒരു വലിയ ഒരു മനോഭാവം ഇന്ന് രാത്രി തിരിച്ചറിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവജനത്തിനെതിരായി ശത്രു ഇറങ്ങിയപ്പോൾ ശത്രുവിന്റെ മുമ്പിൽ തോൽക്കാതെ തന്റെ ജനത്തെ ജയോളിയായി ദൈവം നിർത്തുവാനിടയായി തീർന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം തിരഞ്ഞെടുത്ത ദൈവജനത്തെ വടിപിടിച്ച് നടത്തേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. 40 വർഷം ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ കടന്ന് വാഗ്ദത്ത ദേശത്തെത്തുവാനിടയായി തീർന്നു. അവരുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു. പലരും മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചവർ കനാൻ ദേശം കാണുവാൻ ഇടയായി. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ചെങ്കടലിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മെ നോക്കി നിൽക്കുന്ന കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ ഉണ്ടാകാം, ജെറിക്കോ മതിലുണ്ടാകാം. അതൊക്കെ ദൈവത്തിന്റെ ലിസ്റ്റിലുള്ളതാണ്. ബിക്കോസ് അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് സർപ്രൈസ്. We are not quite sure what will happen tomorrow. We may have a lot of plans for tomorrow or next month or next year. Okay, I just want to do these things. But we doesn't know
what is God's plan, what is in the list of God. Therefore, let us commit ourselves in the mighty hand of God and seek the face of God each and every realm of life. Then definitely we could see the presence of God in our life. Dear people of God, I just wanted to encourage you by saying this. The battle is not ours, it belongs to God. Therefore, our God Almighty will fight. Our is to stay calm. കർത്താവിന്റെ ആലോചനയ്ക്ക് മുമ്പിൽ താനിരിക്കുക, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് ടീച്ചറിനും വിശ്വാസമുണ്ട്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കി നമ്മുടെ യാത്ര തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കും. May the good God bless all of us through this meditation. Thank you all. Once again, thank you all for giving me such an opportunity to speak from you. God's holy word. God bless you. Thank you so much.